ഇതുവരെ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വമൊന്നും വേണ്ട വിധത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതായിരുന്നു. അതല്ല അതിനകത്തുള്ള പ്രശ്നം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് എന്താണെന്ന് പരിശോധിക്കണ്ടേ? ഇവിടെ പ്രതിപക്ഷം എപ്പോഴും ഭരണകക്ഷി ഒരുമിച്ച് നിന്നുകൊണ്ട് ബി ജെ പി ആക്രമിക്കുകയാണ്. ആക്രമിക്കുന്ന സാഹചര്യമൊന്നും അവരിങ്ങോട്ട് നോക്കാനേ പോയില്ല. അവർക്ക് തലക്ക് കീർക്കുണ്ടോ? അവർക്ക് വഴക്കുണ്ടാക്കാൻ പറയും. എന്നിട്ടും മോദിജി ഈയിടെ വന്ന് 4000 കോടി രൂപ കൊടുത്തത് നമ്മുടെ കപ്പൽ നിർമ്മാണ ശൈലിക്ക്. കൊടുത്തല്ല. ഇവിടുത്തെ നാഷണൽ ഹൈവേ അതിന് എത്ര 1000 കോടി രൂപ കൊടുക്കുന്നു? അതൊന്നും കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കുന്നതെന്നല്ലേ പിണറായി പറഞ്ഞു. അയാളെല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷെ അതിലും പ്രചരണം നടത്തിയത് ഞങ്ങളുടേതാണ്, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എന്ന് പറയാൻ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അത്തരം വലിയൊരു പ്രചരണം നടത്തിയില്ല എന്നൊരു കുറവ് കൂടിയില്ല. എല്ലാവരും അവഗണിക്കുന്ന നിലയിലായിരുന്നു. അത് മാറ്റാൻ സുരേന്ദ്രൻ എന്നാണ് സുരേന്ദ്രൻ ഇപ്പോൾ വളരെ ശക്തമായിട്ട് ഇറങ്ങി കാസർഗോഡ് മുതൽ ജാഥ ഇട്ടിരിക്കുക. ആ ജാഥ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബി ജെ പിയുടെ ശക്തി ബി ജെ പി എന്താണെന്ന് മനസ്സിലാവും. അതിനനുസരിച്ചുള്ള ശക്തി ബി ജെ പിക്ക് ഉണ്ടാവും. മുഴുവൻ നേതാക്കളും ബി ജെ പിയുടെ മുഴുവൻ നേതാക്കന്മാരും ഫീൽഡിൽ വന്നിട്ടുണ്ട്. ഇവർക്ക് പറ്റിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ 2 പേരും എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് തകർക്കല്ലേ. മുഴുവൻ പത്രങ്ങളും പറയും. ഒരു പത്രം പോലും ബി ജെ പിയുടെ വാർത്ത പോലും വിടാത്തവരും അങ്ങനെ വലിയ ഗതികേടുണ്ടായിരുന്നു. നമ്മൾ നിശ്ചയിച്ചിട്ട് കാര്യമില്ല. അത് മുഴുവൻ മാറ്റാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ സൃഷ്ടിക്കാൻ വന്നത്. ഈ പി സി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും വളരെ എളുപ്പത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു ചരിത്രം. പി സി നേരത്തെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി 5 സീറ്റ് വരെ ബി ജെ പിക്ക് ലഭിക്കാം എന്ന്. പക്ഷേ അതെങ്ങനെയാണ്? കാരണം ഇവിടെ എൽ ഡി എഫോ യു ഡി എഫോ വിചാരിച്ചാൽ തകർക്കാനാവുന്ന ഒരു സംവിധാനം മാത്രമാണ് ബി ജെ പി എന്നുള്ളതാണ് ചരിത്രം. പി സി വന്നതുകൊണ്ട് മാത്രം അതിലെന്ത് മാറ്റം ഉണ്ടാകാനാണ്? ഞാൻ വന്നതുകൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും സത്യം മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ പിണറായി കുടുംബം നടത്തുന്ന കൊള്ള പിടിച്ചുപറി എത്ര വലുതാണ് എന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിട്ട് ഓടി ഒളിക്കുക. യഥാർത്ഥ കോൺഗ്രസ്സുകാർ അനങ്ങാൻ കഴിയാത്ത CPM-ൻ്റെ ഒരു ബി ടീമായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം. ഇങ്ങനെ കോൺഗ്രസ് പോയിട്ട് കാര്യമുണ്ടോ? അതിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ വികാരം എത്ര വലുതാണെന്നറിയോ? ഞാൻ ഇന്നലെ ഇവിടെ വന്നു ചേർപ്പി എന്നെ ഏറ്റവും ആദ്യം വിളിച്ച് അഭിനന്ദിച്ച കോൺഗ്രസിന് ഏറ്റവും വലിയ കേരളത്തിലെ നേതാവ് എന്നെ വിളിച്ചത്. അത് പറയാൻ പറ്റുമോ? അത് മര്യാദയല്ലേ കാണിക്കുന്നത്? അത് മാത്രമോ ഈ നിയമനത്തിലുള്ള കോൺഗ്രസിൽ എത്ര നേതാക്കന്മാരുണ്ട്? താങ്കളുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരു നേതാവ് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല എന്നെ വിളിച്ചില്ല. അങ്ങേരെ കുറ്റപ്പെടുത്തണ്ട. ഇനി അങ്ങേരെ കൊല്ലാൻ നടക്കണ്ട. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. വളരെ അടുപ്പോൾ എന്തിന് ഈ നിയോജകം പൂഞ്ഞാർ ഇപ്പം എന്നെ ഫോൺ എടുത്ത് നമുക്ക് കാണാം. പലരുടെയും പേര് ഇതിനകത്ത് കോൺഗ്രസ് വലിയ നേതാക്കന്മാരെ വിളിച്ചത്. എനിക്കൊരു മടിയില്ല. അവർ പേര് പറയുന്ന മര്യാദയല്ല. അത് മേല് ഒരാൾക്ക് എന്നെ വിളിക്കാൻ പറ്റും, രഹസ്യം പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയാം.